നമസ്കാരം. മാസപ്പടി കേസിൽ നടപടികൾ വേഗത്തിലാക്കിയിരിക്കുകയാണ് ഇഡി. കൂടുതൽ CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നു. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്ക് മൊഴിപ്പകർപ്പ് നൽകരുത് എന്ന നടൻ ദിലീപിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുന്നു. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ സ്മിത ഹരിദാസ്. വിശദമായ വാർത്തകളിലേക്ക്. മാസപ്പടി കേസിൽ അന്വേഷണം വേഗത്തിലാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRLലെ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇഡി ചോദ്യം ചെയ്യുകയാണ്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ CMRL ഉദ്യോഗസ്ഥർ ഹാജരാക്കി. ചോദ്യം ചെയ്യലിനെതിരെ CMRL MDയും ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇതിനിടെ SFI അന്വേഷണത്തിനെതിരെ CMRL ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. കൊച്ചിയിൽ നിന്ന് വിനിത VG ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനിത, കാര്യങ്ങൾ കൂടുതൽ വേഗത്തിലാക്കുകയാണ് ഇഡി. ഇപ്പോൾ ഈ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനെതിരെ കോടതിയെ സമീപിച്ചിട്ടുണ്ട് CMRL. അതേസമയം വീണ്ടും കൂടുതൽ ഉദ്യോഗസ്ഥരെ വിളിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി. തീർച്ചയായും സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ദ്രുതഗതിയിൽ ഈ കേസുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് നീങ്ങുകയാണ്. ഇന്നലെയാണ് 3 ഉദ്യോഗസ്ഥരെ CMRLന്റെ ഫിനാൻസ് വിഭാഗത്തിലെയും ഒപ്പം തന്നെ IT വിഭാഗത്തിലെയും ഉൾപ്പെടെ 3 ഉദ്യോഗസ്ഥരെ കൊച്ചിയിലെ ED ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. അവരുടെ ചോദ്യം ചെയ്യൽ ഏതാണ്ട് 24 മണിക്കൂറോളമാണ് നീണ്ടത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ആ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി അവർ മടങ്ങിയത്. ഇതിന് പിന്നാലെയാണ് ശശിധരൻ കർത്തയ്ക്ക് ED വീണ്ടും നോട്ടീസ് നൽകുന്നത്. ഇന്നലെയും ഹാജരാകാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അദ്ദേഹം ആ നടപടികളിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. തുടർന്ന് ഇന്ന് വീണ്ടും നോട്ടീസ് നൽകി. ഈ നോട്ടീസ് ചോദ്യം ചെയ്തുകൊണ്ടാണ് ശശിധരൻ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഇന്നലെ ഈ ചോദ്യം ചെയ്യലിനായി എത്തിയ CMRLന്റെ ഉദ്യോഗസ്ഥരും ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യലിൽ മാനസിക പീഡനം നേരിടേണ്ടി വന്നുവെന്നാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്ന ആക്ഷേപം. ഒപ്പം തന്നെ വനിതാ ഉദ്യോഗസ്ഥയെ അടക്കം തടങ്കലിൽ വയ്ക്കുന്ന ഒരു സാഹചര്യവും EDയുടെ നടപടിയുടെ ഭാഗമായി ഉണ്ടായെന്നും അവർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു നടപടിയിലേക്കൊന്നും പോയിട്ടില്ല എന്നും ഈ ചോദ്യം ചെയ്യൽ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നതെന്നുമാണ് ED മറുപടി നൽകിയത്. ഈ ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ CMRLലെ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇപ്പോൾ ED ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരിക്കുന്നത്. 2 പേർ ഇപ്പോൾ കൊച്ചിയിലെ ED ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ഇതിലൊന്ന് മുൻ ക്യാഷ്യറാണ് വാസുദേവനാണ്. വാസുദേവൻ ഇന്ന് ഉച്ചയോടുകൂടിയാണ് കൊച്ചിയിലെ ED ഓഫീസിലേക്ക് ചോദ്യം ചെയ്യാനായി എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ എടുക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ CMRLന്റെ സീനിയർ മാനേജറെയും ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. ജനറൽ മാനേജറാണ് വിളിച്ചിട്ടുള്ളത്. P. സുരേഷ് കുമാറും ഇന്ന് കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരായിട്ടുണ്ട്. അദ്ദേഹത്തോട് ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില രേഖകൾ കൂടി ഹാജരാക്കണമെന്ന് ED ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഒപ്പം തന്നെ ഈ രേഖകളൊക്കെ വളരെ വിശദമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നുണ്ട്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് ആ ചോദ്യം ചെയ്യൽ നീളുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സ്മിത, ശരി. വിനിത വിജയാണ് കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന് തിരിച്ചടി. മെമ്മറി കാർഡ് അട്ടിമറി അന്വേഷണ റിപ്പോർട്ട് അതിജീവിതയ്ക്ക് നൽകരുതെന്ന ആവശ്യം ഹൈക്കോടതി തള്ളുകയായിരുന്നു. മൊഴിപ്പകർപ്പ് ഉൾപ്പെടെ അതിജീവിതയ്ക്ക് കൈമാറാൻ കോടതി അനുമതി നൽകുകയും ചെയ്തു. കൊച്ചിയിൽ നിന്ന് ചേരുന്നത് ശ്രീകാന്താണ്. വിഷ്ണു സുരേഷാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേരുന്നത്. വിഷ്ണു, ഈ ദിലീപിന്റെ ഒരു തിരിച്ചടി കൂടി, തുടർച്ചയായി ഇങ്ങനെ കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിടേണ്ടി വരികയാണ് നടൻ ദിലീപ്. സ്മിത, കനത്ത തിരിച്ചടി എന്ന് തന്നെ വിശേഷിപ്പിക്കാം. വസ്തുതാന്വേഷണ റിപ്പോർട്ടിലെ അതായത് സാക്ഷികളുടെ മൊഴിപ്പകർപ്പ് വേണമെന്നുള്ളതായിരുന്നു സിംഗിൾ ബെഞ്ചിൽ ഈ ഇരയായ പെൺകുട്ടി ആവശ്യപ്പെട്ടത്. അത് സിംഗിൾ ബെഞ്ച് അനുവദിക്കുകയും ചെയ്തു. ഇത് ചോദ്യം ചെയ്താണ് പ്രതി ദിലീപ് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയത്. ഈ ഘട്ടത്തിൽ ഈ ഒരിക്കൽ തീർപ്പാക്കിയ ഹർജിയിൽ വീണ്ടും പുതിയ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല, അത് സുപ്രീം കോടതിയുടെ വിധിയുടെ ലംഘനമാണ് എന്ന് ദിലീപ് കോടതിയിൽ പറഞ്ഞിരുന്നു. ഒപ്പം ഈ സിംഗിൾ ബെഞ്ച് തൻ്റെ വാദങ്ങൾ കേൾക്കാൻ തയ്യാറായില്ല, അല്ലെങ്കിൽ തൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്താൻ തയ്യാറായില്ല എന്നും കോടതി അറിയിച്ചിരുന്നു. പക്ഷേ അതിജീവിത പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മൗലിക അവകാശം ലംഘിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ വസ്തുതാ അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള സാക്ഷിമൊഴികൾ തനിക്ക് അറിയണമെന്നൊരു ആവശ്യം താൻ കോടതിയിൽ ഉന്നയിച്ചത്. അത് തടയുന്നതിന് യാതൊരു തരത്തിലുള്ള അധികാരവും അല്ലെങ്കിൽ ഒരു അവകാശവും പ്രതിക്കില്ല എന്ന് ഈ അതിജീവിത കോടതിയെ അറിയിച്ചു. ആ ഒരു പശ്ചാത്തലത്തിൽ വിശദമായ വാദം കേട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് N. നഗരേഷ് അതോടൊപ്പം P. N. മനോജ് ഇവർ രണ്ടുപേരും അധ്യക്ഷരായ ബെഞ്ച് ദിലീപിന്റെ ഹർജി തള്ളുകയും ഈ അതിജീവിതയ്ക്ക് ഇത്തരത്തിൽ വസ്തുതാന്വേഷണ റിപ്പോർട്ടിന്റെ സാക്ഷികളുടെ മൊഴിപ്പകർപ്പ് ലഭ്യമാക്കുമെന്ന ഉറപ്പ് ലഭിക്കുകയും ചെയ്തത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ തുടർച്ചയായ തിരിച്ചടികൾ ദിലീപ് നേരിടുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സ്മിത, ശരി. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം വളരെ ഊർജിതമായി നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വാർത്ത.
വടകരയിലും ആറ്റിങ്ങലിലും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നീക്കമെന്നാരോപിച്ച് കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിച്ചു. വടകരയിൽ കേന്ദ്രസേനയെ വിന്യസിക്കണം എന്നാണ് ആവശ്യം. ആറ്റിങ്ങലിൽ 1 ലക്ഷത്തിലധികം ഇരട്ട വോട്ടെന്ന് അടൂർ പ്രകാശും ആരോപിക്കുന്നു. അതേസമയം സൈബർ ആക്രമണത്തിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരെ LDF സ്ഥാനാർത്ഥി KK ശൈലജ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. കോഴിക്കോട് നിന്ന് മിഥില ബാലനാണ് ചേരുന്നത്. മിഥില, ഈ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ തന്നെ അത് പതിവാണ് ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ. പക്ഷേ ഇത് വ്യക്തിഹത്യയിലേക്കൊക്കെ കടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? സ്മിത പറഞ്ഞതുപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകും. എന്നാൽ ഇത് കുറച്ച് അപ്പുറത്തേക്ക് പോകുന്ന തരത്തിലുള്ള പ്രത്യാരോപണങ്ങളാണ് ഇപ്പോൾ വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്നത്. ഇന്നലെയാണ് തന്നെ വ്യക്തിഹത്യ നടത്തുന്നു UDF സ്ഥാനാർത്ഥി എന്ന ആരോപണവുമായി KK ശൈലജ സ്ഥാനാർത്ഥി തന്നെ വാർത്താ സമ്മേളനം നടത്തിയത്. 2ാം തവണയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് KK ശൈലജ പരാതി നൽകിയിട്ടുണ്ട്. ഷാഫി പറമ്പിലിന്റെ ഡിജിറ്റൽ ടീമിനുമെതിരെയാണ് പരാതി നൽകിയിട്ടുള്ളത്. നവമാധ്യമങ്ങളിലൂടെ തന്നെ വ്യക്തിഹത്യ നടത്തുന്നു എന്നതാണ് ഈ ഒരു പരാതി. ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ തന്നെ KK ശൈലജ പറഞ്ഞിട്ടുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന്. അത് പ്രകാരമാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുള്ളത്. മാത്രമല്ല KK ശൈലജ നൽകിയിരിക്കുന്ന പരാതിയിലുള്ള ഒരു പ്രധാന കാര്യം എന്നത് ആദ്യഘട്ടത്തിൽ പരാതി നൽകിയപ്പോൾ വടകര പോലീസ് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ തുടർന്ന് അങ്ങോട്ട് വലിയ രീതിയിലുള്ള നടപടിയൊന്നും ഇതിലുണ്ടായില്ല എന്ന ഒരു പരാതി പോലീസിന് നേരെയും ഈ ഒരു പരാതിയിൽ KK ശൈലജ ഉന്നയിക്കുന്നുണ്ട്. ഈ ഒരു വിഷയം ഇന്ന് കേരളത്തിൽ അപ്പാടെ ചർച്ചയായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. KK ശൈലജയ്ക്കെതിരെ ഉണ്ടായ ഈ ഒരു വ്യക്തിഹത്യയും അതിൻ്റെ തുടർ നീക്കങ്ങളും തുടർചലനങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളും എല്ലാം തന്നെ ചർച്ചയായതാണ്. ഇതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് വടകരയിലെ UDF സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ കോൺഗ്രസും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അവിടെ കള്ളവോട്ടിനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന ഒരു പരാതിയാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് അവർ ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേന്ദ്രസേനയുടെ സേവനം അവിടെ വേണം എന്ന ഒരു ആവശ്യം ഇവർ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിൽ ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നോട്ടീസ് അയച്ചിട്ടുണ്ട്. 19-ന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അല്ലെങ്കിൽ എന്താണ് ഇതിൽ ചെയ്യുന്നത് അത്തരം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അറിയിക്കാനുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. എന്തുതന്നെയായാലും വരും ദിവസങ്ങൾ നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും ശക്തമായ ഒരു മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് വടകര എന്നത്. അതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വ്യക്തിഹത്യയും കള്ളവോട്ട് ആരോപണം ഉൾപ്പെടെ ഉയർന്ന് വലിയ രീതിയിൽ ഒരു ചർച്ചയാവുകയാണ് വടകര മണ്ഡലത്തിൽ. വടകരയിലും ആറ്റിങ്ങലിലും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമമെന്ന് കോൺഗ്രസ്. UDF സ്ഥാനാർത്ഥിക്കെതിരെ പരാതി നൽകി സ്ഥാനാർത്ഥി KK ശൈലജ. കോഴിക്കോട് നിന്ന് മിഥില ബാലനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. സുഗന്ധഗിരി മരമുറിയിൽ വയനാട് DFO ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗുരുതരമായ കണ്ടെത്തൽ. ഉദ്യോഗസ്ഥർ വനം കൊള്ളയ്ക്ക് ഒത്താശ നിന്നു എന്നാണ് അന്വേഷണ റിപ്പോർട്ട്. മേൽനോട്ട ചുമതലകളിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർ മരം മുറിക്കാരിൽ നിന്ന് പണം വാങ്ങി. കേസിൽ കൂടുതൽ ഉദ്യോഗസ്ഥരും പ്രതികളാകും. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ 24നോട് പറഞ്ഞു. വനം വകുപ്പിലെ വിജിലൻസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീമാണ് സുഗന്ധഗിരിയിലെ വനമുറിയുമായി ബന്ധപ്പെട്ട ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയത്. വനം വകുപ്പിലെ വാച്ചർ മുതൽ DFO വരെ ഉൾപ്പെടെ 18 പേരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്നാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. നിയമാനുസൃതമായി എന്തെല്ലാം നടപടികളാണോ സ്വീകരിക്കേണ്ടത് കർശനമായി തന്നെ ആ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് വിജിലൻസ് മേധാവിക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. വനം കൊള്ളക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വനം വകുപ്പിൽ സൂര്യവിഹാരം നടത്താൻ സാധിക്കാത്തൊരു സാഹചര്യം സൃഷ്ടിക്കാനാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത്. ദീപക് ധർമ്മടം ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. ദീപക്, ഈ വേലി തന്നെ വിളവ് തിന്നുന്ന കാഴ്ച അത് വല്ലാത്തൊരു ആശങ്കയുണ്ടാക്കുന്നു. കാരണം ഇങ്ങനെ പോയാൽ എന്താണ് ഈ നിയമം എന്നൊക്കെ പറയുന്നത്? അല്ലെങ്കിൽ കൃത്യമായി കാര്യങ്ങൾ നിർവഹിക്കേണ്ട ഉദ്യോഗസ്ഥർ തന്നെ ഇതുപോലെ ചെയ്യുമ്പോൾ അപ്പോൾ കൃത്യമായ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെ വനം വകുപ്പ് മന്ത്രി പറയുന്നു അല്ലേ? അതുതന്നെയാണ് സ്മിത, വേലി വിളവ് തിന്നുക എന്നുള്ളത് തന്നെയാണ്. വനപാലകർ വനം കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നു, അതിനുവേണ്ട സംരക്ഷണം, അതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കാളികളാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിതിൽ നിന്നും വ്യക്തമാകുന്നത്. ഏതായാലും വനം വിജിലൻസ് മേധാവി വളരെ കൃത്യമായ അന്വേഷണം നടത്തുന്നു. സാധാരണ ഇത്തരം കേസുകളിൽ കാണാറുള്ളത് താഴെത്തട്ടിലെ കുറച്ച് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ മാത്രം നടപടി ഉണ്ടാവുകയും യഥാർത്ഥത്തിൽ ഈ വൻ സ്രാവുകളൊന്നും തന്നെ പിടിക്കപ്പെടാതെ പോവുകയും ചെയ്യുന്നതാണ്. പക്ഷേ എന്നാൽ ഈ കാര്യത്തിൽ നമുക്ക് മറ്റു പല വനം കൊള്ളയിലും നമ്മളത് കണ്ടതാണ്. പക്ഷേ എന്നാൽ ഈ സുഗന്ധഗിരി കേസിൽ സർക്കാരിന് കൃത്യമായ വിവരമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വടക്കേ മലബാറിലെ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത്.
അത് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് അത്തരത്തിലുള്ള വിവരങ്ങൾ വനമന്ത്രിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണ് വിജിലൻസ് മേധാവിയുടെ നേതൃത്വത്തിൽ അന്വേഷണം വിശദമായി നടക്കുന്നു. ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അതായത് വാച്ചർ മുതൽ DFO വരെ ഈ ഒരു വനം കൊള്ളയിൽ പങ്കാളികളായി ഒത്താശ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. അതായത് 20 മരം മുറിക്കാനുള്ള ഒരു അനുമതിയിൽ പെർമിറ്റിൽ 126 മരം, കോടികളുടെ മരം മുറിച്ച് കടത്തി എന്നുള്ളതാണ് കണ്ടെത്തിയത്. ഏതായാലും 18 പേർക്കെതിരെയാണ് ഇപ്പോൾ നടപടി റിപ്പോർട്ടായിരിക്കുന്നത്. ഈ ഫയൽ ഇപ്പോൾ ജ്യോതിലാൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫോറസ്റ്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്മിത. ശരി, ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. UAE-യിൽ കനത്ത മഴ തുടരുന്നു. അലൈനിലും റാസൽ ഖൈമയിലും റോഡ് തകർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. അടിയന്തര സാഹചര്യങ്ങളില്ലാതെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് ദേശീയ ദുരന്ത നിവാരണ സമിതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെയും മഴ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. അബുദാബിയിൽ നിന്ന് അരുൺ പാറാട്ട്. അരുൺ, അബുദാബിയിൽ വലിയ മഴയാണ്. ഇന്നലെ രാത്രി മുഴുവൻ നീണ്ടു നിന്ന മഴ ഇന്ന് രാവിലെയും ശമിച്ചിട്ടില്ല എന്ന വിവരം ലഭിച്ചിരുന്നു. ഇപ്പോഴെന്താണ് അവസ്ഥ? സാധാരണഗതിയിൽ ഒരു മഴ പെയ്ത് തോർന്നാൽ ഉടൻ തന്നെ ഗതാഗതമൊക്കെ ശരിയാകുന്നതാണ്. ഇന്നിപ്പോൾ അത് നടന്നിട്ടില്ലല്ലേ? സ്മിത, അബുദാബി ഉൾപ്പെടെ UAE-യിൽ എല്ലായിടത്തും മഴ പോരിച്ചൊരിയുന്ന ഒരു അവസ്ഥയാണുള്ളത്. UAE-യിലെ 7 എമിറേറ്റുകളിലും ഒരുപോലെ ശക്തമായ മഴ തന്നെയാണ് ഇപ്പോഴും പെയ്യുന്നത്. പലയിടങ്ങളിലും റോഡുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും അടക്കം വെള്ളം നിറഞ്ഞിട്ടുണ്ട്. വ്യാവസായിക മേഖലകളിലാണ് മഴ ഇപ്പോൾ കൂടുതൽ ദുരിതം വിതയ്ക്കുന്നത്. ഷാർജയിൽ പല കമ്പനികളുടെയും എയർഹോസുകളിൽ അടക്കം പലതും വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ എല്ലാം വലിയ നാശനഷ്ടമാണ് പലയിടത്തും സംഭവിച്ചിട്ടുള്ളത്. താഴ്ന്ന പ്രദേശങ്ങളിൽ മുഴുവൻ വെള്ളം കയറിയ ഒരു അവസ്ഥയിലാണുള്ളത്. ദുബായിലാണെങ്കിൽ നാഷണൽ പെയിന്റ്, അതോടൊപ്പം തന്നെ മുഹൈസിന എന്നിവിടങ്ങളിലെല്ലാം റോഡുകളിൽ വലിയ തോതിൽ വെള്ളക്കെട്ടുകൾ അതിരൂക്ഷമാണ്. വാഹനങ്ങൾ പലതും വെള്ളത്തിലാണ്. ദുബായ് മെട്രോയുടെ റെഡ് ലൈൻ ഉള്ള ഒൻപാസീവ് എന്ന മെട്രോ സ്റ്റേഷനിലും വെള്ളം കയറിയിട്ടുണ്ട്. സ്റ്റേഷന്റെ പ്രവർത്തനം താൽക്കാലികമായി തടസ്സപ്പെട്ട ഒരു സാഹചര്യത്തിലാണുള്ളത്. എന്തായാലും വെള്ളക്കെട്ട് നീക്കം ചെയ്യാനുള്ള നടപടികൾ പലയിടത്തും ദ്രുതഗതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. മഴയിൽ റോഡുകളിൽ വെള്ളം നിറഞ്ഞ സാഹചര്യത്തിൽ ദുബായ് മെട്രോ ഇത്തരത്തിലുള്ള പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കണമെന്ന് അധികൃതർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ദുബായ് മെട്രോ ഇന്ന് രാത്രി നാളെ പുലർച്ചെ 3 മണി വരെ സർവീസ് നടത്തുമെന്നും RTA അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അതോടൊപ്പം ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെയും ഈ ഒരു മഴ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. 17ഓളം വിമാന സർവീസുകളാണ് ഇന്ന് നടത്തേണ്ടിയിരുന്നത് റദ്ദാക്കിയത്. അതോടൊപ്പം തന്നെ 3 വിമാനങ്ങൾ വഴി തിരിച്ചു വിട്ടുവെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ പോകുന്ന ആളുകൾ എല്ലാവരും തന്നെ വിമാനത്താവള അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് കൃത്യമായി തന്നെ ശ്രദ്ധിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ അല്ലാതെ പുറത്തിറങ്ങരുത് എന്നും അറിയിച്ചിട്ടുണ്ട്. അലൈൻ, റാസൽ ഖൈമ എന്നിവിടങ്ങളിൽ റോഡുകൾ തകർന്ന സാഹചര്യത്തിലാണ് ഇവിടേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. വാദികൾ നിറഞ്ഞൊഴുകുകയാണ്. എന്തായാലും ജനങ്ങൾ പരമാവധി ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം. നാളെ വരെ മഴ UAE-യിൽ എങ്ങും തുടരും. ശരി, അബുദാബിയിൽ നിന്ന് അരുൺ പാറാട്ടാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തൃശൂർ പാലിയക്കരയിൽ വൻ ഗതാഗത കുരുക്ക്. നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. റോഡ് നിർമ്മാണം നടക്കുന്നതാണ് ഗതാഗത കുരുക്കിന് കാരണമാകുന്നത്. സുരേഷ് സജി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സുരേഷ്, എന്താണ് ഇത്രയധികം ഗതാഗത കുരുക്കുണ്ടാകാൻ കാരണം? സ്മിത, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ ഗതാഗത കുരുക്കാണ് ഈ പാലിയക്കരയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം വലിയ നീണ്ട നിര, വാഹനങ്ങളുടെ നീണ്ട ക്യൂ നമുക്ക് കാണാവുന്നതാണ്. അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ട്രാക്കിലടക്കം നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഈ ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ടായിട്ടും ഇത് തുറന്നു വിടാനോ ഒന്നും തന്നെ ഇതുവരെയും ഈ ടോൾ പ്ലാസ അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ ഇത്രയും വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുമ്പോൾ പോലും ഈ ട്രാക്കിൽ, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ട്രാക്കിൽ ഒരു ട്രാക്ടർ ഇട്ടുകൊണ്ട് ആ ട്രാക്ക് ഉൾപ്പെടെ ബ്ലോക്ക് ചെയ്തിട്ടേക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ട്രാക്കിൽ ഇപ്പോൾ പണി നടക്കുന്നതുമില്ല. ഈ ഗതാഗത കുരുക്കുണ്ടായിട്ട് പോലും അധിക ട്രാക്കുകൾ തുറന്നു കൊടുക്കാൻ പോലും ഈ ടോൾ പ്ലാസ അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടോൾ പ്ലാസ അധികൃതരുമായി സംസാരിച്ചു. അവർ പറയുന്നത് ഈ വിഷു അവധിയെല്ലാം കഴിഞ്ഞു മടങ്ങുന്ന ആളുകളുടെ ഒരു തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ വൈകുന്നേര സമയത്ത് ഇത്തരത്തിൽ തിരക്ക് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ ഈ യാത്രക്കാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യാത്രക്കാർ നല്ല റെസ്റ്റോറന്റ് എന്നിട്ട് ഇത്ര സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തുറന്നു കൊടുക്കണമെന്നാണ് നിയമം. അവർ നിയമം പാലിക്കാതിരിക്കുന്ന അത് ആക്ഷൻ എടുക്കുന്നൊക്കെ എഴുതി വെച്ചിരിക്കും. പക്ഷേ അവർ നിയമം ലംഘിക്കുന്നതിന് ഒരു ആക്ഷനും ഇവിടെ വരുന്നില്ല. ഇത്ര സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി തുറന്നു വിടുന്ന കണക്ക് അത് ചെയ്യുന്നില്ല അവർ. ഇത്തരത്തിൽ തന്നെയാണ്. കാരണം വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഈ വാഹനങ്ങളെല്ലാം ഈ ക്യൂവിൽ കിടന്നാണ് കടന്നു വരുന്നത്. പക്ഷെ എന്നാൽ പോലും ഈ വാഹനങ്ങൾ കടത്തിവിടാനൊരു നടപടി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ യാത്രക്കാരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. സ്മിത. ശരി, സൂരജ് സജിയാണ് പാലിയക്കരയിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്. വൻ ഗതാഗത കുരുക്ക്, റോഡ് നിർമ്മാണം നടക്കുന്നതാണ് ഇതിനു കാരണമെന്നാണ് റിപ്പോർട്ട്.
മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കൂടി പോകുന്നു. കാസർഗോഡ് ചട്ടഞ്ചാലിൽ ദേശീയപാതാ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാഹനത്തിന്റെ പാർട്സ് പൊട്ടി വീണു. നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. ഒരു യാത്രക്കാരന് ഗുരുതര പരുക്കുണ്ട്. അരുൺ പാറയ്ക്കൽ ചേരുന്നു കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. അരുൺ, ഇത് എന്താ സംഭവിച്ചത്? സ്മിത, വൈകിട്ട് 6 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ചട്ടഞ്ചാലിൽ നിരവധി വാഹനങ്ങൾ ദേശീയപാതയിലൂടെ പോകുന്ന സമയത്താണ് ദേശീയപാത അതോറിറ്റിക്ക് വേണ്ടി എത്തിയ വാഹനം, അതിലെ യന്ത്രസാമഗ്രികൾ ഉൾപ്പെടെയുള്ള ഇരുമ്പിന്റെ യന്ത്രസാമഗ്രികൾ ഉണ്ടായിരുന്നു. ഇത് വാഹനത്തിൽ നിന്ന് താഴെ വീഴുന്ന ഒരു അവസ്ഥയാണ് പെട്ടെന്ന് ഉണ്ടായത്. തുടർന്ന് 5 വാഹനങ്ങൾ അടുപ്പിച്ച് കൂട്ടിയിടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ വാഹനങ്ങളിലുള്ള ആളുകൾക്കാണ് പരുക്കേറ്റിരിക്കുന്നത്. ഇതിൽ ഈ യന്ത്രത്തിന്റെ ഭാഗങ്ങൾ പോയി പതിച്ച ഒരു കാറിലെ ഒരു കാർ യാത്രകനാണ് ഗുരുതരമായി പരിക്കേറ്റു എന്ന വിവരം പുറത്തുവരുന്നത്. ഇയാളെ സമീപത്തിൽ തന്നെ ടാറ്റ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും മറ്റുള്ള ആളുകൾക്ക് ഗുരുതരമായ പരിക്കില്ല. സാരമായ പരിക്ക് മറ്റു വാഹനങ്ങളിലുള്ള ആളുകൾക്ക് ഉണ്ട് എന്നും അറിയുന്നുണ്ട്. മേൽപ്പറമ്പ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നൊരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് നടത്തുന്നുണ്ട്. ദേശീയപാത അതോറിറ്റി ദേശീയപാതയുടെ പണി മംഗലാപുരം കാസർഗോഡ് മേഖലയിൽ ദേശീയപാതയുടെ പണി നടക്കുകയാണ്. ഈ സ്ഥലത്താണ് ദേശീയപാത അതോറിറ്റിയുടെ വാഹനത്തിൽ നിന്ന് യന്ത്രസാമഗ്രികൾ താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സ്മിത, ശരി. അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പൂരം പൊടിപൂരം. വീണ്ടും ഒരു പൂരക്കാലം കൂടി എത്തിയിരിക്കുകയാണ്. തൃശൂർ പൂരത്തിന്റെ അനുഭവങ്ങൾ കോർത്തിണക്കി ഒരു ഗാനം ഒരുക്കിയിരിക്കുകയാണ് നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടിയും സംഘവും. ഇലഞ്ഞിത്തറ മേളത്തിൽ തുടങ്ങി ഉപചാരം ചൊല്ലി പിരിയുന്നതുവരെയുള്ള ആചാരങ്ങളും പൂരം കാണാൻ കൊതിക്കുന്ന സ്ത്രീ മനസ്സുമാണ് പ്രമേയം. പുരുഷന്മാർ കൈയടക്കി വച്ചിരുന്ന പൂരപ്പറമ്പുകൾക്ക് മാറ്റം സംഭവിച്ചു തുടങ്ങിയെങ്കിലും ഇനിയുമേറെ മുന്നോട്ടു പോകാനുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഗാനം. എന്തിട്ട് നീ പറയണത്? നല്ല തിക്ക് നിരക്കുണ്ടാവും പൂരത്തിന്. പെൺകുട്ടികൾ വീട്ടിൽ നിന്നിട്ട് TV കണ്ടാൽ മതി പൂരമൊക്കെ. ഞങ്ങൾക്കും കാണേണ്ട തൃശൂർ പൂരം എന്ന ചോദ്യമാണ് ഗാനത്തിലുടനീളം. ഞങ്ങളെപ്പോലുള്ള സ്ത്രീ ജനങ്ങളെ ഈ പറയുന്ന തൃശ്ശൂർ പൂരത്തിന് വന്നെത്തുന്നതിനുള്ള ഒരുപാട് പരിമിതികൾ ഒരുപാട് കാലമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. തെക്കോട്ടിറക്കവും കുടമാറ്റവും എന്ന് വേണ്ട, പൂരാവേശവും പാട്ടിലുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഗീത മാമാങ്കമായിട്ടുള്ള ഇലഞ്ഞിത്തറ മേളം നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും വലിയ വൈബാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. താളം മുറുകണ മേളം മുറുകണ തകചെമ്പട താളം കൊട്ടണ ഞങ്ങൾക്കും കൂടണ്ടേ തൃശ്ശൂർ പൂരം. സന്ദീപ് മുണ്ടൂരിന്റെ വരികൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് സുരേഷ് പാവനിയാണ്. നാസർ മാലി ഓർക്കസ്ട്രേഷൻ, വിനീഷ് വിശ്വനാഥനാണ് ദൃശ്യാവിഷ്കാരം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് പൂരം കാണുന്നത് എൻ്റെ മനുവേട്ടൻ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ്. അദ്ദേഹമാണ് എന്നെ കൊണ്ടുപോയി കാണിച്ചത്. അന്നൊക്കെ ഒരുപാട് ദൂരം നിന്നിട്ട് കുടമാറ്റം കാണാനും അതുപോലെ ഇലഞ്ഞിത്തറ മേളൊക്കെ ഒരുപാട് ദൂരം നിന്നിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റിയേക്കണേ. ഇക്കുറിയും പൂരം കാണാൻ ജനാരവത്തിനൊപ്പം ഉണ്ടാകുമെന്ന് പ്രസീത ചാലക്കുടി. അപ്പൊ നമ്മൾ പൂരം പൊളിക്കല്ലേ? അപ്പൊ നമുക്ക് പൊളിക്കാം. ഈ വരുന്ന ഏപ്രിൽ മാസം 19, 20 ഞങ്ങളും ഉണ്ടാവും പൂരപ്പറമ്പിൽ. അടിച്ചു പൊളിക്കാം നമുക്ക് പൂരം. മഠത്തിൽ വരവില്ലാലിൻ നിലകൾ താളം തുള്ളണ കണ്ടണ്ട. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനി ഇലക്ഷൻ സ്റ്റണ്ട് കാണാം. SKNും S വിജയകുമാറും ചേരുന്നു. നമസ്കാരം.